ഹലോ ഹാപ്പി. സ്നേഹം പങ്കുവെക്കാത്തവര് മനുഷ്യനല്ലെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയോ? മദർ തെരേസ. നീ ശരിക്കും അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ? ചേച്ചി വേണ്ട ചേച്ചി. യെസ്, ഐ എം 1 hour മദർ തെരേസ. നിന്നെ 1 hour ഞാൻ ലവ് ചെയ്യാം. ആ 1 hour ലവിനെ നീ ഹാർട്ടില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തോ. നിന്റെ ഹാർട്ടില് എന്റെ പേരിനെ പതിപ്പിച്ചു വെച്ചോ. ഫ്യൂച്ചറിൽ നിനക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്റെ വൈഫിനോട് ഫസ്റ്റ് നൈറ്റില് എന്നെ ഹാപ്പി എന്നൊരു മിസ് യൂണിവേഴ്സ് ദിവസവും 1 hour ലവ് ചെയ്തെന്ന് പറഞ്ഞേക്ക്. പിന്നെ നിനക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഹാപ്പി എന്ന് എന്റെ പേര് വെച്ചോളൂ. എന്തേ, ഹാപ്പി അല്ലേ? മനസ്സിലായോ? മാഡം മനസ്സലിഞ്ഞ് എന്നെ 1 hour സ്നേഹിക്കൂ അത്ര. യെസ്, 1 hour. ആ 1 hour ലവ് ലൈഫ് ലോങ് ഉണ്ടായാൽ കൊള്ളാം. എക്സാക്ട്ലി. പക്ഷെ ഒരു കാര്യം, ആ 1 hour പ്രോഗ്രാമിൽ ഒരു ചെറിയ ചേഞ്ച്. 1 hour റൂം ഞാൻ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തിട്ട് AC 18 വെക്കും. ആ വെച്ചിട്ട് ലൈറ്റിംഗ് ഒക്കെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഓയ്, എന്താടി ചാടി വീഴുന്ന? എന്താടി 1 hour പ്രേമിക്കാന്ന് പറയുന്നേ? ഈ തമാശയൊക്കെ വേറെ ആരെടുത്തെങ്കിലും വെച്ചോ. അവന്റെ ദേഷ്യം നീ കണ്ടിട്ടില്ല. പ്രിപ്പയർ ആയിരിക്കും, മനസ്സിലായോ? നിന്റെ കഥ കഴിഞ്ഞടാ. നിങ്ങളെ കുറിച്ച് ഞാൻ എന്റെ ഹേമയോട് പറയാൻ പോവാ. ഹേമയാ? ആരാടി അത്? ഹേമ, റൗഡി ചുറ്റുന്ന ഹേമ. ഇപ്പൊ പറയുമ്പോളൂ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് സർപ്രൈസ് വളരെ ഇഷ്ടം ഡോക്ടർ. എന്റെ ബോയ് ഫ്രണ്ട് ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് നൽകി. ഇപ്പോഴിത് വീട്ടിൽ അറിഞ്ഞു ഡോക്ടർ. ഡോക്ടർ, നിങ്ങളെ കൊണ്ട് ഇത് കുറയ്ക്കാൻ പറ്റുമോ? ഇവിടെ ഹേമ എന്തു വേണമെങ്കിലും ചെയ്യും. മെനിഞ്ഞാന്നുണ്ടല്ലോ ട്രംപിന്റെ ഫേവർ സ്കൈപ്പിൽ ഞാൻ കുറച്ചു. ലൈവ് ചാനൽ ന്യൂസിൽ ഒരു സ്ത്രീയുടെ കൊളസ്ട്രോൾ ഇല്ലാതാക്കി. ശരി, അതകളാ. ഇപ്പൊ പറ, എത്ര മാസമായി? 7ാമത്തെ മാസാ ഡോക്ടർ. കറക്റ്റായി നോക്കി പറ. സർപ്രൈസ് 5ാമത്തെ മാസത്തിലേക്ക് വന്നിരിക്കുന്നു ഡോക്ടർ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കി പറ. സർപ്രൈസ് 3ാമത്തെ മാസമായിരിക്കുന്നു ഡോക്ടർ. ഇപ്പൊ നോക്കിക്കോ, ഇനിയും കുറയും. സർപ്രൈസ് സൈസ് 0. ദാറ്റ് ഈസ് ഹേമ. എന്ത് വേണമെങ്കിലും എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും. കട്ട് ഇറ്റ് ഷോർട്ട്. ഓക്കേ, എങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ആഡ്? സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ. സൂപ്പർ. അച്ഛൻ നന്നായിട്ട് അഭിനയിച്ചു. ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇവളെന്റെ മോളൊന്നും അല്ല. ഇങ്ങോട്ട് നോക്ക്. നീ സ്നേഹത്തോടെ എന്നെ അച്ഛന്ന് വിളിക്കുന്നു. ലോകം മുഴുവൻ ഞാനാ നിന്റെ അച്ഛന്ന് വിചാരിച്ചിരിക്കുക. ഇനി അങ്ങനെ വിളിക്കണ്ട. ശരി അച്ഛാ. ആ ശരി, പോട്ടെ. നമ്മുടെ ആട് രാഹുൽ ദ്രാവിഡിന്റെ റൺഔട്ട് പോലെ എല്ലായിടത്തും വരണം. ദൈവത്തെ കാണാൻ ക്ഷേത്രത്തിലേക്ക് വരുന്ന പോലെ നമുക്കും വേണം ആൾക്കൂട്ടം. ഓക്കേ അച്ഛാ. ഹാപ്പിയാ വിളിക്കുന്നത്. ശരി അച്ഛാ. ഐ ആം അൺഹാപ്പി. എന്ന് വെച്ചാ എന്താണെന്ന് അറിയാതോടോ നീ അങ്ങനെ ചെയ്തത്? സത്യമായിട്ട് എനിക്ക് അറിയില്ല. നീ എന്താ പറയുന്നേ? നീ ഞങ്ങളുടെ ഹാപ്പിയെ ലവ് ചെയ്യുന്നില്ലേ? ഓ, അതോ അബിയുടെ പണിയാണല്ലേ. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യയിലുള്ള എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഐ ലവ് ഇന്ത്യ ഓൺലി, നോട്ട് ഹാപ്പി. റാം, ഈ മാസം 19-ാം തീയതി മുതൽ നിങ്ങൾ സന്യാസം സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. വളരെ സന്തോഷം. ബേബി, സന്യാസം എന്നൊക്കെ പറയുന്നു. വളരെ നല്ല പയ്യനാ അച്ഛാ. നിങ്ങളുടെ മകൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെന്റെ മോളല്ല. അതെ അച്ഛാ. നീ ഒന്നും മിണ്ടായിരിക്കേ. സത്യത്തില് സന്യാസിയാവോ? കമ്മിയ കല്യാണം കഴിക്കാത്തോണ്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യ തന്നെ കണ്ടുപിടിച്ചത്. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, ചേട്ടാ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നേ, എപ്പോഴാ തിരിച്ചു വരുന്നേ, രാത്രി ഞാൻ എന്താ ഉണ്ടാക്കി വെക്കണ്ടേ എന്ന് 1000 ചോദ്യങ്ങൾ ചോദിക്കും. സഹിക്കാൻ പറ്റാതെ വാസ്കോ ഡ ഗാമ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കും. ഹി വുഡ് നോട്ട് ഹാവ് ക്രിയേറ്റഡ് ഹിസ്റ്ററി. ഇത് സത്യമായിരിക്കാം, പക്ഷേ എന്റെ ഹാപ്പി കള്ളം പറയില്ല. ഈവനിൽ എന്തോ വ്യത്യസ്തമായിട്ടുണ്ട്. അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരാളെ സംശയിക്കുന്നു. ബുദ്ധിയില്ല നിനക്ക്. ഒടിഞ്ഞു പോ. ഹാപ്പി